ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ അതിമനോഹരമായ ഒരു അമ്പലത്തിലേക്കാണ്. എവിടേക്കെന്നല്ലേ, മേൽപ്പാനി എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഒരു അമ്പലമുണ്ട്. കോഴിക്കോട് നിന്നും കുറച്ച് ദൂരം പോകാനുണ്ട്. മെഡിക്കൽ കോളേജും കഴിഞ്ഞ് അതിനപ്പുറത്ത് കുറ്റിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നും മലയുടെ മുകളിലായിട്ടാണ് ഈ മയിലാടും പാറ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി പാളയത്ത് നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി നമ്മൾ കുറ്റിക്കാട്ടൂരേക്ക് പോകണം. അവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്നാണ് അവിടേക്ക് അമ്പലത്തിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ അമ്പലം കാണുന്നത്. മിക്ക ആൾക്കാർക്കും ആ അമ്പലത്തെ പറ്റി ആർക്കും അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം ഞങ്ങൾ കുറ്റിക്കാട്ടൂർ ബസ് ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. കുറച്ച് മലയുടെ മുകളിലായതുകൊണ്ട് ഈ വയനാട് ചുരം എന്ന് പറയുന്ന പോലെ ഒരു വളഞ്ഞു പുളഞ്ഞ് ഒരു കുത്തനെയൊരു കയറ്റമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അത് നിങ്ങൾ പോകുന്നവരാണെങ്കിൽ അവിടുന്ന് ഓട്ടോ കിട്ടും, അതിന് പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇതല്ലായിരുന്നു, അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് കയറിയായിരുന്നു വരേണ്ടത്, അതാണ് നല്ലത്. പക്ഷെ ഞങ്ങൾ ഇതിലൂടെയായിരുന്നു കയറിയത്. ഇതിലേയും കയറാം, പക്ഷേ നല്ലൊരു അമ്പലമായിരുന്നു. ഈ സ്റ്റെപ്പ് കയറി വരുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അമ്പലത്തിൻ്റെ ബോർഡൊക്കെ കാണാം, പിന്നെ ഫസ്റ്റ് ഗണപതിയുടെ പ്രതിഷ്ഠയൊക്കെ കാണാം ഫസ്റ്റ് അവിടെ കയറുമ്പോൾ തന്നെ. പിന്നെ അവിടെ പളനിയിൽ അതേമാതിരി തന്നെ ഇവിടെ തലമുണ്ടനം ചെയ്യാനുള്ള അതും ഇവിടെ ഉണ്ട്. നമ്മുടെ തമിഴ്നാട് പളനി എങ്ങനെയാണ് അതേമാതിരി ചിട്ടാവട്ടവും പൂജയും കാര്യങ്ങളും ഒക്കെ ഇവിടെയുമുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പാലായി മഠം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള പൂജാ കാര്യങ്ങളും ഒക്കെ ഈ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് എത്തുമ്പോൾ നല്ലൊരു രസമാണ്. ഇവിടെ ഒരു കാടിന് നടുവിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ നല്ലൊരു തണുപ്പാണ്, അധികം ചൂടുമൊന്നുമില്ല, ചൂടേ ഇല്ല. അത് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാൽ. ഇവിടെയൊക്കെ സ്റ്റെപ്പുകളിലൊക്കെ കയറി ഇരിക്കാനും നല്ലൊരു രസമാണ്. വരുന്നവരൊക്കെ മിക്കവരും ഈ സ്റ്റെപ്പിലൊക്കെ കയറി ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് മുകളിലോട്ടേക്ക് പോകുന്നത്. ഒരു നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു നിശബ്ദതയായിട്ടുള്ള ഒരു ഇടമാണ് ഈ മേൽപ്പാനി എന്ന് പറയുന്ന അമ്പലം. ഈ സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോൾ തന്നെ 3 സ്ഥലത്തായിട്ട് ഈ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ടേക്ക് കയറുന്നത്. ഇതിലൂടെ കയറിയ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ നല്ലൊരു റിഫ്രഷ് ആകും. നല്ലൊരു മനസ്സൊക്കെ നല്ല ശാന്തി സമാധാനം കിട്ടിയ ഒരു ഫീല് നമുക്ക് ഉണ്ടാകും. 100-120 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ കയറിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലോട്ടേക്ക് പ്രവേശിക്കാൻ. അതിമനോഹരമായ നമ്മുടെ ഈ അമ്പലത്തിലോട്ടേക്ക് പ്രവേശിക്കാൻ. അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന്, കുറച്ചധികം ഞങ്ങൾ ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അത്രയ്ക്കും അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ. അധികം ആരും അറിഞ്ഞു കാണില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്രയും അതിമനോഹരമായ ഒരു അമ്പലമാണിത്. രാത്രിയിലാണെങ്കിൽ ഇവിടെയൊക്കെ വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഇതിലൂടെ പോകാൻ പറ്റും. ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിനുള്ളിൽ കയറിയ നമ്മളും മനസ്സും ഒക്കെ റിഫ്രഷ് ആകും. അത്രയും അതിമനോഹരമായ ഒരു അമ്പലമാണ്. കാടിനുള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മലയുടെ മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും നല്ലൊരു ശാന്തിയും സമാധാനവും ഇവിടുന്ന് കിട്ടും. അത്രയും
മനോഹരമാണ് ഇവിടെ. പിന്നെ ഇവിടെ വരുന്നവർക്ക് തന്നെ വന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും ഇവിടെ വരാനും തോന്നും. അത്രയും അതിമനോഹരമായ ഒരമ്പലമാണ്. ആ മലയുടെ മുകളിലായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ അധിക സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു പോകും. അത്രയും മനോഹരമായ ഒരു നിശബ്ദതയിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്പലത്തിനുള്ളിലോട്ടേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഹനുമാൻ്റെ പ്രതിഷ്ഠ കാണണം. അതും തൊഴുതിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ടേക്ക് കടക്കാൻ. ഈ അമ്പലത്തിനുള്ളിലോട്ടേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ നല്ലൊരു ശാന്തിയാകും. പക്ഷേ തമിഴ്നാട്ടിലുള്ള നമ്മുടെ പളനി എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ഓരോ വർക്കുകളും കണ്ടാൽ തന്നെ അറിയാം. അവിടെയുള്ള അതേ മാതിരിയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അമ്പലമാണ് ഈ പളനി അമ്പലം, മേൽപ്പഴനി അമ്പലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അത്രയ്ക്ക് അതിമനോഹരമായ ഒരമ്പലമാണ്. ഇവിടെ അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു പോകും. അത്രയും അടിപൊളിയായിട്ടുള്ള നല്ലൊരു അമ്പലമാണ് ഈ മേൽപ്പഴനി അമ്പലം.
ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനവുമുണ്ട്. അതിനുള്ളിലോട്ടേക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് ടോക്കൺ എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അന്നദാനത്തിന് ഉള്ളിലോട്ടേക്ക് കയറാൻ. അത്രയും ആളുകളും ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണമാണെങ്കിൽ അത്രയ്ക്കും നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ചോറിന് സാമ്പാർ, ഉപ്പേരി, അച്ചാർ, പിന്നെ പായസവും ഉണ്ടായിരുന്നു. പായസമാണ് എടുത്ത് പറയാനുണ്ട്. അത്രയും ടേസ്റ്റായിരുന്നു പായസത്തിന്. അത്ര ആളുകളും അവിടെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. വണ്ടിയുമായാണ് നമ്മൾ വരുന്നതെങ്കിൽ പാർക്കിങ്ങും കാര്യങ്ങൾക്കുമായി ഒത്തിരി നല്ല സൗകര്യങ്ങളോട് കൂടിയാണ് ഇവിടെ ഉള്ളത്.